മേരി എന്ന 2 വയസ്സുകാരിയെ അപ്രതീക്ഷിതമായി കാണാതായതിന്റെ ഞെട്ടലാണ് തലസ്ഥാന നഗരിയും കേരളവും. ഇന്നലെ അർദ്ധരാത്രിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ബ്രഹ്മോസിന് സമീപത്ത് ഈ നാടോടി സംഘം കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് നിന്ന് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പം ഉറങ്ങിയിരുന്ന 2 വയസ്സുകാരി മേരിയെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത്. പുലർച്ചെ 2:30 പോലീസിൽ കുടുംബാംഗങ്ങൾ പരാതി നൽകുന്നു. ആ പരാതി നൽകിയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി ഈ പരിശോധനകൾ തുടങ്ങുകയും ചെയ്തു. അത്തരത്തിൽ ഈ സംഭവ സ്ഥലത്ത് നടക്കും, അതായത് ഈ കിടക്കുന്ന നീല ടർപ്പോളിൽ നിന്നാണ് ഈ കുഞ്ഞിനെ ഇവർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഇത് ആദ്യം കാണുന്നത് ഈ കുഞ്ഞിനൊപ്പം ഉറങ്ങിയിരുന്ന ഈ ഒരു സഹോദരനാണ്, ഈ കുഞ്ഞിന്റെ മൂത്ത സഹോദരനാണ്. ഈ മൂത്ത സഹോദരൻ നൽകിയ മൊഴി അനുസരിച്ചാണ് ഒരു മഞ്ഞ നിറമുള്ള സ്കൂട്ടിയ സംഘമാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന വിവരം പോലീസിനും. അത് ഇവർ ഹൈദരാബാദിൽ നിന്ന് തലസ്ഥാനത്തേക്ക് എത്തിയതാണ്. ഇവിടെ തേൻ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഈ നാടോടി സംഘം ഏർപ്പെട്ടിരുന്നത്. ഈ തേൻ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ തേനിന്റെ അടയും മറ്റും ഈ ബക്കറ്റുകളിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതും കാണാം. അതായത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവർ ഈ തലസ്ഥാന നഗരിയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുകയുമായിരുന്നു. അത്തരത്തിൽ ഈ നാടോടി സംഘത്തിനൊപ്പം മറ്റ് ചിലർ കൂടി ഉണ്ടായിരുന്നു. അവർ ഈ സമീപ സ്ഥലങ്ങളിൽ കിടന്ന് ഉറങ്ങുന്നും ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ. പക്ഷേ ഈ കുഞ്ഞിന്റെ മൂത്ത സഹോദരൻ ഈ അനുജൻ നൽകിയ അടിസ്ഥാനമായി ഈ സ്കൂട്ടറിലെത്തിയ സംഘമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഇപ്പോൾ പറയുന്നു. അതാണ് പോലീസിനെയും ഈ ഘട്ടത്തിൽ കുഴയ്ക്കുന്നത്. എന്തായാലും ഈ കുഞ്ഞിനൊപ്പം ഉണ്ടായിരുന്ന നാടോടി സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന മറ്റ് കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. അവർക്ക് ഹിന്ദി ഭാഷ മാത്രമേ അറിയൂ. പോലീസ് ഉദ്യോഗസ്ഥർ അവരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു. പക്ഷേ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ അന്വേഷണത്തിന് സഹായമാകുന്ന വിവരങ്ങൾ കൈമാറാൻ ആ കുഞ്ഞുങ്ങൾക്കും കഴിയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. എന്തായാലും പോലീസിന്റെ അന്വേഷണം വ്യാപകമായി പുരോഗമിക്കുമ്പോഴും പ്രധാനമായ വെല്ലുവിളിയായി മാറുന്നത് ഈ മൊഴികളിലുള്ള വൈരുദ്ധ്യം തന്നെയാണ്. അതായത് ഈ സഹോദരങ്ങൾ നൽകുന്ന മൊഴിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള മൊഴിയാണ് കുഞ്ഞിന്റെ പിതാവടക്കം നൽകുന്നത്. അതാണ് ഈ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ടെങ്കിലും അന്വേഷണത്തിന് സഹായകരമാകുന്ന നിർണായകമായ വിവരങ്ങളൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. എന്തായാലും അതിർത്തി ജില്ലകളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കുമ്പോൾ ഏതാണ്ട് 6 മണിക്കൂറോളം സമയം ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നവർക്ക് 6 മണിക്കൂറോളം സമയം ശ്രമകരമായി അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ 6 മണിക്കൂറിനിടെ ഈ കുഞ്ഞുമായി അവർ എവിടേക്കെങ്കിലും കടന്നിട്ടുണ്ടോ, അതെങ്കിൽ കുഞ്ഞിനെ അപകടപ്പെടുത്താനുള്ള എന്തെങ്കിലും നീക്കമുണ്ടായിട്ടുണ്ടോ, അതടക്കം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മോസിന്റെ സമീപത്ത് തന്നെ രാജ്യാന്തര വിമാനത്താവളത്തിനടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം, അതോടൊപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ ഓൾ സയൻസ് കോളേജിന്റെ സമീപത്ത് അതിർത്തി മേഖലകളിൽ, കോളേജുമായി ബന്ധപ്പെട്ട അതിർത്തി മേഖലകളിൽ വിജനമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ചതുപ്പ് നിലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ പരിശോധന നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് ഈ കുഞ്ഞിനെ അവർ ഉപേക്ഷിക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൂടി പോലീസിന്റെ പരിശോധന പുരോഗമിക്കുന്നത്. ക്യാമറമാൻ ഷിജു ചാവറയ്ക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.